ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ആപ്പിളിനെതിരെ 120 കോടിയുടെ നഷ്ടപരിഹാര കേസ്. തനിക്കെതിരെ ഉണ്ടായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിന് വഴിവെച്ചുവെന്ന് യുവതി ആരോപിക്കുന്നു. കുട്ടിക്കാലത്ത് ലൈംഗികാതിക്രമത്തിനിരയായവർക്ക് മതിയായ സംരക്ഷണം ഒരുക്കാത്തതിന്റെ പേരിൽ ആപ്പിളിനെതിരെ $120 കോടി നഷ്ടപരിഹാര കേസ്. ഒരു 27-കാരിയാണ് ആപ്പിളിനെതിരെ നോർത്ത് കാലിഫോർണിയയിലെ US ജില്ലാ കോടതിയിൽ പരാതി നൽകിയത്. ആപ്പിളിന്റെ നിരുത്തരവാദപരമായ നിലപാടിനെ തുടർന്ന് കുട്ടിക്കാലത്ത് തനിക്കെതിരെയുണ്ടായ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിന് വഴിവെച്ചുവെന്ന് യുവതി ആരോപിക്കുന്നു. ഈ ചിത്രങ്ങൾ ആപ്പിളിന്റെ ഐക്ലൗഡിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തി. കുട്ടികളോടുള്ള ലൈംഗികാതിക്രമ ഉള്ളടക്കങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഫീച്ചർ ആപ്പിൾ അവതരിപ്പിച്ച ഒരു മാസത്തിനു ശേഷമാണ് ഈ അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ സൈബർ സുരക്ഷാ വിദഗ്ധരുടെ വിമർശനങ്ങളെ തുടർന്നപ്പോഴേക്കും ആ ഫീച്ചർ ആപ്പിൾ ഉപേക്ഷിച്ചിരുന്നു. സർക്കാർ ഏജൻസികൾ നിരീക്ഷണം നടത്തുമെന്നായിരുന്നു വിമർശകരുടെ വാദം. ആപ്പിളിന്റെ പ്രവർത്തനരീതി മാറ്റണമെന്നും ഇരകളായ 2680ഓളം പേർക്ക് കേസിന്റെ ഭാഗമായി നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് യുവതി പരാതി നൽകിയത്. നിയമപ്രകാരം കുറഞ്ഞത് $150,000 നഷ്ടപരിഹാരത്തിന് ഇരയായവർ അർഹരാണ്. അതായത് $120 കോടിയിലേറെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KTMന്റെ പുതിയ സൂപ്പർ ബൈക്കായ KTM 390 Enduro R ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ ബൈക്ക് വീക്ക് പരിപാടിയിലാണ് പുതിയ ബൈക്ക് അവതരിപ്പിച്ചത്. പുതിയ 390 അഡ്വഞ്ചറസിനൊപ്പം KTM 390 Enduro R ജനുവരിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. വില ഏകദേശം 1.30 ലക്ഷം മുതൽ 3.50 ലക്ഷം രൂപ വരെയായിരിക്കും. വ്യത്യസ്തമായ LED ഹെഡ്ലാമ്പ്, ചെറിയ ഇന്ധന ടാങ്ക്, എൻഡ്യൂറോ സ്റ്റൈൽ നീളമുള്ള ടെയിൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഫീച്ചർ. ഫ്ളാറ്റ് മോട്ടോക്രോസ് ശൈലിയിലുള്ള സീറ്റ്, പുൾബാക്ക് ഹാൻഡിൽ ബാർ എന്നിവയാണ് ഇതിന്റെ മറ്റ് സവിശേഷതകൾ. ഓഫ് റോഡ് റൈഡിന് അനുയോജ്യമായ രീതിയിലാണ് ബൈക്കിന്റെ ഡിസൈൻ. 390 അഡ്വഞ്ചർ ആറിന് സമാനമായി 21/18 സ്പോക്ക് വീലിലാണ് KTM 390 Enduro R റൈഡ് ചെയ്യുന്നത്. ക്രമീകരിക്കാവുന്ന ലോങ് ട്രാവൽ അപ്സൈഡ് ഡൗൺ ഫോർക്കുകളിലും മോണോഷോക്കിലുമാണ് മോട്ടോർ സൈക്കിൾ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആമസോൺ ക്വിക്ക് കൊമേഴ്സ് രംഗത്തേക്ക്. ബംഗളൂരുവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാസം മുതൽ 15 മിനിറ്റ് ഡെലിവറി സേവനത്തോടെ ആമസോൺ ദ്രുത വാണിജ്യ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. ബാംഗ്ലൂരുവിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ലോഞ്ച് ചെയ്യുന്ന മറ്റു നഗരങ്ങളെക്കുറിച്ചോ അത് ആരംഭിക്കുന്ന ഡാർക്ക് സ്റ്റോറുകളുടെ എണ്ണത്തെക്കുറിച്ചോ കമ്പനി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ബാംഗ്ലൂരുവിലെ പ്രവർത്തനങ്ങളനുസരിച്ച് മറ്റു നഗരങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. സൊമാറ്റോ പിന്തുണയുള്ള ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയ കമ്പനികൾ ആധിപത്യം പുലർത്തുന്ന ക്വിക്ക് കോമേഴ്സ് മേഖലയിലേക്ക് പുതിയതായി എത്തിയ കമ്പനിയാണ് ആമസോൺ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഡെക്കോ $60 മില്യൺ സമാഹരിച്ചു. നാവിസ് ക്യാപിറ്റൽ, ഡ്രാഗൺ ഫണ്ട് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ഫണ്ട് സമാഹരണം. നാവിസ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന്റെയും ഡ്രാഗൺ ഫണ്ടിന്റെയും നേതൃത്വത്തിൽ നടന്ന ഫണ്ടിംഗ് റൗണ്ടിൽ കാർഡെക്കോയുടെ സൗത്ത് ഏഷ്യ ബിസിനസ് യൂണിറ്റ് ഏകദേശം $510 കോടി സമാഹരിച്ചു. ഇന്തോനേഷ്യയിൽ യൂസ്ഡ് കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ധനസഹായം നൽകുന്നതിനും റീഫിനാൻസ് ചെയ്യുന്നതിനും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഫണ്ടിംഗ് ഉപയോഗിക്കുമെന്ന് കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. ഫിലിപ്പീൻസിലെ യൂസ്ഡ് ഓട്ടോ ഫിനാൻസിംഗ് വിപണിയിൽ കൂടുതൽ വളർച്ചയ്ക്ക് ഇത് സഹായകമാകും. ഇന്തോനേഷ്യയിൽ യൂസ്ഡ് ഓട്ടോ ഫിനാൻസ് മാർക്കറ്റിന്റെ 3% വിഹിതം കാർഡെക്കോയ്ക്കുണ്ട്. 40-ലധികം ധനകാര്യ സ്ഥാപനങ്ങളുമായി കമ്പനി സഹകരിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.